SJK ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ 9-ാം മൈൽ KK റോഡിൽ നിന്നും ഏകദേശം 700 മീറ്റർ ദൂരത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 1350 സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വിശാലമായ വഴി സൗകര്യം. ഇവിടുത്തെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. കൂടാതെ 2 പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട്. വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം. സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്നകത്തേക്ക് കയറാം. ആദ്യം തന്നെ വലിയ ലിവിംഗ് റൂം, തൊട്ടടുത്ത് തന്നെ വിശാലമായ ഡൈനിങ് ഏരിയ ആൻഡ് ഹാൻഡ് വാഷിംഗ്. ഈ വീടിന് 2 ബെഡ്റൂംസാണുള്ളത്. 2 അറ്റാച്ച്ഡ് ബാത്റൂംസ്, ഒരു കോമൺ ബാത്റൂം. നിങ്ങൾക്ക് മുറി കൂടുതൽ വേണമെങ്കിൽ ഒരു മുറിയൂടെ പണിയുവാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വീട് വന്ന് നേരിട്ട് കാണുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഉടമസ്ഥൻ പറയും. ആണ് ഈ വീടിൻ്റെ കിച്ചൺ. പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ 2 വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിലത്തെ നിലയിലെ സൗകര്യങ്ങളൊന്ന് കാണാം. ചെറുതും വലുതുമായ വീടുകൾ നിങ്ങൾക്ക് വാങ്ങിക്കുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ SJK ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ 2 ബെഡ്റൂംസാണുള്ളത്. അത് 2ഉം അറ്റാച്ച്ഡ് ബാത്റൂംസാണ്. കൂടാതെ ബാൽക്കണി, ഓപ്പൺ ടെറസ്, ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഉണക്കുവാനുള്ള സ്ഥല സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടുമായി തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, വിവിധ ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്കുകൾ, വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ, അങ്ങനെയെല്ലാം നമ്മുടെ ഈ വീടുമായി അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടും ടൗണുമായി ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 37 ലക്ഷം രൂപയാണ്. നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി.